മതപരിവർത്തനം ചെയ്താൽ പട്ടികജാതി പദവി ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഇവർക്ക് ബാധകമാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി ചേർന്നുണ്ട്. ബാലഗോപാൽ, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ഈ മതപരിവർത്തനം നടത്തിയവർ എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇതിൽ പെട്ടെന്നൊരു തടസ്സം നേരിടുകയാണ്. എന്തായിരിക്കും ഇനി വിശദാംശങ്ങൾ? വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്തു മതത്തിൽ ഉൾപ്പെടെ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം നടത്തുകയാണെങ്കിൽ അവർക്ക് പട്ടികജാതി പദവി ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സമാനമായ ഉത്തരവ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വിധിച്ചിരുന്നു. ആ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ PK മിശ്രയും മൻമോഹനും അടങ്ങുന്ന ബെഞ്ച് വളരെ നിർണായകമായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായി നോക്കുകയാണെങ്കിൽ ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങൾ, ഈ മൂന്ന് മതങ്ങളിൽ മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സംരക്ഷണം ലഭിക്കുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മറ്റു മതങ്ങളിലേക്ക്, ഈ മതങ്ങളിൽ നിന്ന് മതം മാറുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പട്ടികജാതി പദവി ലഭിക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു പാസ്റ്റർ, മതം മാറിയ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ കയ്യേറ്റത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ഈ നിർണായകമായ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ കുറ്റം കൂടി ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അങ്ങനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി തയ്യാറായില്ല. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് ഒരാളുടെ കയ്യിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതിനാൽ അദ്ദേഹത്തിന് ഈ പട്ടികജാതി പട്ടിക വകുപ്പ് പ്രകാരമുള്ള സംരക്ഷണം ലഭിക്കില്ല എന്നായിരുന്നു ആന്ധ്രാപ്രദേശ് കോടതി പറഞ്ഞിരുന്നത്. ഏത് മതത്തെ സംബന്ധിച്ചുള്ള ഏത് മതമാണോ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വ്യക്തി പിന്തുടരുന്നത്, ആ മതവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ഫലത്തിൽ ഈ ഒരു ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത്തരത്തിൽ പട്ടികജാതി പദവി ലഭിക്കില്ല എന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പട്ടികജാതി ഈ മതം മാറുന്ന ദളിത്, ക്രൈസ്തവർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യം നൽകണമെന്ന ഒരു ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുകയും ചെയ്യുന്നു. ഏതായാലും സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ 1950 പുറത്തിറങ്ങിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഹിന്ദു, ബുദ്ധ, സിഖ് മതങ്ങളിൽ പെട്ടവരിൽ മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിൽ അതിനുള്ള അവകാശമുള്ളത്. മറ്റു മതങ്ങളിലേക്ക് മാറുന്നവർക്ക് അത് ഇല്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മോത്തി.